ഹായ് ഓൾ, ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഒരു നാടൻ ലഞ്ചിൽ നിന്ന് തുടങ്ങാമെന്ന് കരുതി. എന്ന് വിചാരിച്ച് നാടൻ ലഞ്ചാണെന്ന് കരുതി ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. ഇതുണ്ടല്ലോ, തേങ്ങരച്ച കറിയും നല്ല മുളകിട്ട മീൻ കറിയും ഉണ്ടല്ലോ, അതിൻ്റെ ഒരു കോംബോ അത് വല്ലാത്തൊരു ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എല്ലാവരും കണ്ട് അതുണ്ടാക്കി നോക്കണം. നമുക്കിതിൻ്റെ ഫസ്റ്റ് തേങ്ങ അരച്ച കറിയുടെ റെസിപ്പി നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മളിവിടെ ചെമ്മീനും പീച്ചിങ്ങയും കൂടിയുള്ള തേങ്ങ അരച്ച കറിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി വെക്കുക. അതിനിവിടെ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് പച്ചമുളകും എരിവിനാവശ്യമുള്ള പച്ചമുളകും വേപ്പിലയും ഉപ്പും കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കാം. തിളച്ച് കഴിയുമ്പോൾ തിളച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ പീച്ചിങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ട പീച്ചിങ്ങ നമുക്ക് മുറിച്ചെടുക്കാം. ഇതിൽ കാണുന്ന പോലെ ആ ഒരു വലുപ്പത്തിൽ നമുക്ക് പീച്ചിങ്ങ മുറിച്ച് നന്നായിട്ട് കഴുകിയെടുക്കാം. പിന്നെ ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ഇതിൽ ചിലപ്പോൾ കുറേ മിസ്റ്റേക്സുകൾ ഉണ്ടാകാം. എല്ലാവരും ക്ഷമിച്ച് എനിക്ക് സപ്പോർട്ട് ചെയ്യണേ. ഇതിലും നല്ല നല്ല വീഡിയോസായിട്ട് റെസിപ്പീസായിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. അപ്പോഴേക്കും നമ്മുടെ ചെമ്മീനിട്ട് അത് കറി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന പീച്ചിങ്ങ ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കത് മൂടി വെക്കാം. അവിടെ ഇരുന്നിട്ട് വെന്ത് വരട്ടെ. ഇനി അതിലേക്കുള്ള തേങ്ങയുടെ അരപ്പ് നമുക്ക് അപ്പോഴേക്കും ഉണ്ടാക്കാം. ഇവിടെ ആവശ്യത്തിന് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കഷ്ണം ഉള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. തേങ്ങ അരച്ച കറിക്കുള്ള അരപ്പ് അരയ്ക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട്. അപ്പോൾ ആദ്യം ഒന്ന് വെള്ളമൊഴിക്കാതെ ഒന്ന് അരച്ചിട്ടും അതിലേക്ക് പിന്നീട് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് അത് അരച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ആ അരപ്പ് അവിടെ മാറ്റി വെക്കാം. അടുത്ത കൂട്ടുണ്ടാക്കാം. ഇവിടെ ഇപ്പോൾ ബീട്രൂട്ടും ക്യാരറ്റും കൂടിയുള്ള ഒരു ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ക്യാരറ്റ് സെപ്പറേറ്റ് ഒറ്റയ്ക്ക് കറി വെച്ച് കഴിഞ്ഞാൽ ആർക്കും വലിയ താല്പര്യമില്ല. അപ്പോൾ ബീട്രൂട്ടിൻ്റെ കൂടെ ആകുമ്പോൾ വലുതായിട്ട് അറിയില്ലല്ലോ. പക്ഷേ സാധനവും നല്ല ടേസ്റ്റുമാണ്. ഇവിടെ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കടുക് പൊട്ടിക്കാം. ആവശ്യത്തിന് വേപ്പിലിട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഇടിച്ചമുളകാണ് ചേർക്കുന്നത്. കൊല്ലമുളകും കുറച്ച് ഇടിച്ചമുളകും കൂടി ചേർത്തിട്ട് നമുക്കതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ടും ക്യാരറ്റും കൂടി ഉള്ളത് അതിൽ കുറച്ച് ഉള്ളിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ആവശ്യത്തിന് അതിന് വേവാനുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കതവിടെ മൂടി വെക്കാം. അതവിടെ ഇരുന്നിട്ട് വെന്തട്ടെ. അപ്പോഴേക്കും നമുക്ക് അടുത്ത കറിക്കുള്ള കുറച്ച് പണികൾ ചെയ്ത് വെക്കാനുണ്ട്. ആദ്യം തന്നെ മീൻ കറിക്ക് വേണ്ട കുടംപുളി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് മാറ്റി വയ്ക്കാം. അതിൻ്റെ പുളിയൊക്കെ ഒന്ന് ഇറങ്ങട്ടെ. പിന്നെ അതിലേക്ക് വേണ്ട മുളക് പൊടിയായിട്ടല്ല, കുറച്ചും പിരിയമുളകും ഒരു 10ഓളം പിരിയമുളകും 5-6 കാശ്മീരി മുളകും കൂടി ഞാൻ വെള്ളം ഒഴിച്ചിട്ട് കുതിർത്താൻ വെക്കുന്നുണ്ട് കേട്ടോ. അതിന് കുറച്ച് അരപ്പുണ്ടാവാൻ വേണ്ടിയാണ് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. 5 മിനിറ്റ് 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ഇവിടെ തോരൻ റെഡി ആയിട്ടുണ്ട്. അതവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മീൻ കറിയുടെ പരിപാടിയിലേക്ക് നോക്കാം. അതിന് വേണ്ട 2 കഷ്ണം വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 10ഓളം ചുവന്നുള്ളി ആണ് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ പീച്ചിങ്ങയും ചെമ്മീനും വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് തിള വരണ്ട കേട്ടോ. ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് കുറവ് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കാം. അങ്ങനെ ഇവിടെ രണ്ടാമത്തെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ താരം മീൻ കറി, മുളകിട്ട കറിയാണ് ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ചട്ടി വെച്ചിട്ട് അതിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും കുറച്ച് ഉലുവ ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. ഇവിടെ കടുക് ഇടാറില്ല കേട്ടോ മീൻ കറിയിൽ. അത് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഉള്ളിയുടെ കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് മൊരിയണ്ട, നന്നായിട്ടൊന്ന് വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അതിൻ്റെ കുത്ത് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ശേഷം കുറച്ച് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. വളരെ കുറച്ച് മതി, 1/2 ടീസ്പൂൺ മതിയാകും. അതിനുശേഷം അത് നന്നായിട്ടും ഇതായി വരുമ്പോൾ നമുക്ക് മുളക് വെള്ളത്തിലിട്ട് വെച്ചില്ലേ, അത് നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ചിട്ട് അത് ചേർത്ത് കൊടുക്കാം. അത് കുറച്ച് നേരം ഒരു 10 മിനിറ്റോളം കിടന്നതിൻ്റെ കുത്തൊക്കെ മാറിക്കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി ആ തക്കാളി അതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന്
കുഴമ്പും പരുവത്തിലാവണേ. അങ്ങനെയാണ് അതിനൊരു കുറച്ചുകൂടി ചാറില്ലാണ്ടാണ് ഈ കറി വെക്കുന്നത്. അപ്പോൾ അത് ഒഴിച്ചിട്ട് കുറച്ച് നേരം അവിടെ മൂടി വയ്ക്കുക. നമുക്ക് അപ്പോഴേക്കും അല്ലെങ്കിൽ മീൻ വറുത്തെടുക്കുക. അതിന് പാൻ വെച്ചിട്ടുണ്ട്, മീൻ വറുക്കാൻ അതിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മളിവിടെ തക്കാളി ഒക്കെ നല്ലതായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മാറ്റി വെച്ച ആ പുളി ഉണ്ടല്ലോ, ആ പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് നമുക്ക് കറിക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് തിളക്കാൻ വെക്കുന്നുണ്ട്. തിളച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ മീൻ കഷ്ണം, അതിപ്പോൾ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഇവിടെ കേര പീസാണ് എടുത്തേക്കുന്നത്. ഒഴിച്ചു കൊടുത്തിട്ട് മീനിട്ട് കൊടുത്തിട്ട് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് നേരം മൂടി വെച്ചിട്ട് അതിന് വെന്ത് വരട്ടെ. വെന്ത് നല്ലോണം അധികം ചാറില്ലാതെ കേട്ടോ ഞാൻ എടുക്കുന്നത്. ചാറായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ചാറില്ലാതെ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം മറ്റേ കറിയും കൂടി ഉണ്ടല്ലോ, 2 കറിയും കൂടി ആകുമ്പോൾ ചാറില്ലാത്തതായിരിക്കും നല്ലത്. ഞാൻ തേങ്ങരച്ച കറി താളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് അത് താളിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ സ്വാദിഷ്ടമായ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ലൈക്കും ചെയ്യണേ. അപ്പോൾ ബൈ.